ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഇൻസെർട്ട് ലോഗോ ആൻഡ് ടൈറ്റിൽ ഇൻ എവറി പേജസ് ഇൻ പ്രിന്റ്. പലപ്പോഴും നമ്മളൊരു ഡാറ്റയ്ക്ക് പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ടൈറ്റിൽ മീൻസ് ഇപ്പോൾ ടൈറ്റിൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാ പേജിലും വരാം. ഇത് പലപ്പോഴും പ്രിന്റ് എടുക്കുമ്പോൾ നമുക്ക് വരാറില്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം സെക്കൻഡ് പേജിലോ തേർഡ് പേജിൽ വരുമ്പോൾ ഫസ്റ്റ് പേജിൽ മുതൽ ടൈറ്റിൽ ഇടണം, പിന്നെ ടൈറ്റിൽ ആണില്ലേ. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഡാറ്റയുടെ മീനിങ്ലെസ് ആയിരിക്കും. പലപ്പോഴും പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടൈറ്റിൽ കിട്ടണമെങ്കിൽ ഓരോ ഫസ്റ്റ് പേജിലേക്ക് വരണം. ഇതിന് പുറമെ ഒരു ലോഗോ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ലോഗോ ഇൻസെർട്ട് ചെയ്യണം, ഒരു പിക്ചർ ഇൻസെർട്ട് ചെയ്യണം കമ്പനിയുടെ. ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ തന്നെ എല്ലാ പേജിലും വരില്ല. ഇതിനായിട്ട് നമുക്ക് പ്രിന്റ് ലേഔട്ടിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പേജ് ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രിന്റ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കാണാം. പ്രിന്റ് ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റോസ് ടു റിപ്പീറ്റഡ് ഫ്ലോ, നമുക്ക് ഏതാണ് ടൈറ്റിൽ വരേണ്ടത് എല്ലാ പേജിലും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ കിട്ടും. പിന്നെ അത് നമുക്ക് പ്രിന്റ് പ്രിവ്യൂ കൊടുക്കും, ഫസ്റ്റ് ടൈറ്റിലായിട്ട് കിട്ടും. അതേപോലെ നമുക്ക് കസ്റ്റം ഹെഡറിൽ വന്നു കഴിഞ്ഞാൽ ഹെഡർ ഫുഡിൽ കസ്റ്റം ഹെഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 സെക്ഷൻ, ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സെക്ഷൻ കാണാം. അപ്പോൾ നമുക്ക് എവിടെയാണ് പിക്ചർ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ പിക്ചർ ഇൻസെർട്ട് ചെയ്യാം. ഇവിടെ പിക്ചർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് പിക്ചർ ഇൻസെർട്ട് ചെയ്യാം. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് പ്രിവ്യൂ കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രൈസ് ലിസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ ഡാറ്റാസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ കൊടുക്കുക, പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ പേജിലും നമുക്ക് ഇതിൻ്റെ പിക്ചറും കിട്ടും. ദാറ്റ് മീൻസ് ഹെഡറായിട്ട് പിക്ചറും കിട്ടും. അതേപോലെ തന്നെ ടൈറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ പേജ് 23, 24 അടിച്ചാലും ടൈറ്റിൽ അതുപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ പിക്ചർ ലേഔട്ടും കാണാം. ഇതേ പിക്ചർ ലേഔട്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഫൂട്ടറിലേക്ക് വരണമെങ്കിലും സെയിം സിസ്റ്റം തന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫൂട്ടറിൽ വരണമെങ്കിൽ തന്നെ ഇതുപോലെ വന്നിട്ട് പ്രിന്റ് ടൈറ്റിൽ വരെ ക്ലിക്ക് ചെയ്തിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടറിൽ വേണമെങ്കിൽ കസ്റ്റമർ ഹെഡറിലുള്ളത് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ കസ്റ്റമർ ഹെഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യാം. അത് നോക്കി കൊടുക്കുക. ഇനി വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഫൂട്ടറിൽ വന്നിട്ട് കസ്റ്റം ഫൂട്ടറിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ പിക്ചറിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണോ കൊണ്ടുവരേണ്ടത്, ഏത് ലോഗോ ആണോ കൊണ്ടുവരണമെങ്കിൽ ലോഗോ സെലക്ട് ചെയ്യുക, ഇൻസെർട്ട് കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പേജിൻ്റെയും ബോട്ടംസ് ഏറ്റവും താഴെയായിട്ട് എൻ്റെ ലേഔട്ടും കാണാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പ്രിന്റ് ഔട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രൊഫഷണൽ ടച്ച് വരണമെങ്കിൽ നമ്മുടെ ലോഗോ അതുപോലെ തന്നെ പ്രിന്റ് ടൈറ്റിലൊക്കെ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.